പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയിരിക്കുന്ന സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടാൻ കഴിയും. അവളുടെ പേര് ശമരിയക്കാരത്തി സ്ത്രീ എന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ആ നിമിഷം വരെയും ശമരിയക്കാരത്തി സ്ത്രീക്ക് അറിയില്ല തൻ്റെ മേൽ ഇങ്ങനെ ഒരു കോളിയും കിടപ്പുണ്ട് എന്നുള്ള കാര്യം. ആ നിമിഷം വരെയും തനിക്കറിയില്ല തന്നെ യേശുവിന് ആവശ്യമാണ് എന്നുള്ള കാര്യം. ഡേ ബൈ ഡേ താൻ തൻ്റെ ജോലികളും ഡെയിലി വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു, വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലിൻ്റെ മുമ്പിൽ താൻ നിരാശരായി ജീവിക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ യേശു തൻ്റെ ജീവിതത്തെ തൊട്ടു. ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ കോളിംഗ് തന്നിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. നോക്കണമേ, മറ്റുള്ള മനുഷ്യർ തന്നെ കണ്ടത് താൻ ഒരു നിന്നാപാത്രമായാണ്. തൻ്റെ പാപജീവിതമാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കണ്ടത്. തന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ യേശു അവളിൽ കണ്ടത് ഒരു ഗ്രാമത്തെയായിരുന്നു, ഒരു പട്ടണത്തെയായിരുന്നു. ശമരിയ എന്ന പട്ടണത്തെയായിരുന്നു യേശു ശമരിയക്കാരി സ്ത്രീയിലൂടെ കണ്ടത്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലിനും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തലിനും മറ്റുള്ളവർ പരിഹാസത്തിന് മുമ്പിൽ നിങ്ങളുടെ കോളിംഗ് മറന്നു പോകരുത്. നിങ്ങൾക്കൊരു വലിയ കോളിംഗ് ഉണ്ട്. നിങ്ങൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒരു പാത്രമാണ്. നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട കോളിംഗിലേക്ക് മടങ്ങി വന്ന് അത് ഉപയോഗപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ശമരിയക്കാരത്തെ സ്ത്രീയാണ് ചരിത്രത്തിലെ ആദ്യത്തെ അപ്പോസ്റ്റൽ ലേഡി. നമ്മൾ ഒരുപാട് അപ്പോസ്റ്റല പുരുഷന്മാരെ പറ്റി പഠിക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇടം പിടിച്ചത് ആദ്യം ശമരിയക്കാരത്തെ സ്ത്രീ ആയിരുന്നു. അവൾ എങ്ങനെയുള്ളതെന്നോ, അവളുടെ ജാതി എന്തെന്നോ, അവളുടെ കുലം എന്തെന്നോ, അവളുടെ നിറം എന്തെന്നോ, സ്വഭാവം എന്തെന്നോ ഇതൊന്നും യേശുവിന് വിഷയമല്ലായിരുന്നു. യേശുവിന് വിഷയം ശമരിയക്കാരത്തെ സ്ത്രീയായിരുന്നു. ഇന്ന് യേശുവിന് വിഷയം നിങ്ങളാണ്. മറക്കരുത്, ഇത് നിങ്ങളുടെ ദിവസമാണ്. ഗാഡ് ബ്ലെസ് യു.